എന്നെ തകർക്കാൻ വേണ്ടി രേണുസുതി എന്നെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇതിന്റെ വിരോധത്തിൽ 4 ലൈംഗിക പരാതികൾ എനിക്കെതിരെ കൊടുത്തു. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുമില്ല, വീഡിയോ കണ്ടുമില്ല. സത്യം, ഞാൻ 3 പ്രാവശ്യം കിച്ചുവിനെ വിളിച്ചു. മോനെ അമ്മയാണ്, മോൻ അങ്ങനൊന്നും പറയരുത്. ഞാൻ രേണുസുതി എന്തോ ചെയ്തു, ഉപദ്രവിച്ചു. വിധവയെ ഉപദ്രവിച്ചതിൻ്റെ പണിയാണ് നിനക്ക് കിട്ടിയെന്ന്. ഞാനൊരു നേരത്തെ ആഹാരമെങ്കിലും ഈ അമ്മ കൊടുത്തു കാണുമല്ലോ, അപ്പം അതിന് നന്ദി കിച്ചു കാണിച്ചു. ഇവരുടെ ഇപ്പോഴത്തെ കണ്ടന്റ് വെച്ചോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ വെച്ചോ അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ആ ആൾ എന്ത് ചെയ്തു, ഈ രേണുസുതിയുമായി കോണ്ടാക്ട് ചെയ്തു. ഇപ്പം കിച്ചു പറഞ്ഞാൽ അതിനെ നേരിടുക, ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. അത് ഒറ്റപ്പെടുത്തി എന്നുള്ള തോന്നലുണ്ടാവും, അതെൻ്റെ എല്ലാ മക്കൾക്കും ഉണ്ടാവും. പ്രിയപ്പെട്ട കിച്ചുവിനോട്, എൻ്റെ പൊന്നുമോനോട് ഞാൻ വീണ്ടും ഒരു കാര്യം പറയുന്നു. മോനും മോൻ്റെ അനിയനുമാണ് വീട് തന്നിരിക്കുന്നത്. തൽക്കാലം ഇളയ കുഞ്ഞ് കിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് കാര്യങ്ങൾ തന്നെ ഞാൻ പറഞ്ഞതുമാണ്. സുധി മരിച്ചതിൽ ഏറ്റവും കൂടുതൽ ദുഃഖമുള്ളത് രേണുസുതിയിൽ കാണാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ മരിച്ച സമയത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രേണുസുതി എന്നെ നേരിൽ കണ്ടാൽ ഷാജിക്ക ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയത്തുള്ളതാണ് എൻ്റെ വിശ്വാസം. രേണുസുതിയുടെ തന്തയാകാനുള്ള പ്രായം എനിക്കില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു രേണു ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടത്. അപ്പം ആ വീഡിയോ ഇട്ടതിന് ശേഷം തന്നെ അവരവരുടെ സബ്സ്ക്രിപ്ഷൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് കാണുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും ഇവർ ഫേക്കാണെന്ന്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുമില്ല, ഞാൻ അവരുടെ ഇന്നലത്തെ വീഡിയോ കണ്ടുമില്ല. സത്യം, ഞാൻ കണ്ടില്ല. പക്ഷേ ഈ എന്നെ വിളിച്ച ആൾക്കാരൊക്കെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെപ്പറ്റി എന്ത് തോന്നാൻ? ഇതെല്ലാം ഒരു ബിസിനസ്സാണ് മൊത്തവും, കാരണം മാർക്കറ്റിംഗ് ആണ്. ഇന്ന് ഈ മകൻ്റെ വീഡിയോ ഇറങ്ങിയിട്ട് എനിക്കിപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു എന്ന് പറഞ്ഞ ഒരാൾ അടുത്ത സ്റ്റാറ്റസിൻ്റെ ലിങ്കായിട്ട് അവരുടെ തന്നെ എക്സ്ക്ലൂസീവ് കണ്ടൻറ്റിൻ്റെ സബ്സ്ക്രിപ്ഷൻ്റെ ലിങ്ക് ഇടുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അല്ല, അത് മനസ്സിലാക്കാൻ പിന്നെ എന്തായാലും എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അതെൻ്റെ കുഞ്ഞിലേ മുതലേ ഞാൻ പറഞ്ഞുതരാം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പിന്നെ രേഷ്മ പി തങ്കച്ചനോട് തന്നെ ഞാൻ പറയുകയാണ്, ഒരിക്കലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എന്തു വന്നാലും നമ്മൾ നേരിടുക. ഇപ്പോൾ കിച്ചു പറഞ്ഞാൽ അതിനെ നേരിടുക, ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. അതിന് കൃത്യമായി മറുപടി അറിയല്ലേ വേണ്ടേ? അതിന് കൃത്യമായി മറുപടി പറയുക, അല്ലെങ്കിൽ മിണ്ടായിരിക്കുക. ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് പിന്നെ വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭീഷണി തന്നെയാണ്. ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല, ആത്മഹത്യ ചെയ്യാൻ പാടില്ല. രേഷ്മയ്ക്കൊരു കുഞ്ഞുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരിയുണ്ട്, സഹോദരിക്ക് മക്കളുണ്ട്, സഹോദരി ഭർത്താവുണ്ട്, ഒരു കുടുംബമുണ്ട്. അപ്പം പിന്നെ കിച്ചു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ ഉടനെ കയറി ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ നമുക്ക് അതിനേ നേരം കൊണ്ടാവുകയുള്ളൂ. പക്ഷേ നമ്മൾ ജനിച്ചത് ജീവിക്കാൻ വേണ്ടി, ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ജനിച്ചത്. നമ്മൾ ജീവിക്കുക. അതിന് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ആത്മഹത്യ ചെയ്യുന്നവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ഇനി ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാൾ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തത്തുമില്ല. അതുമാത്രമല്ല, അതിനുശേഷം ഒരു നോർമൽ ലൈഫിൽ അവരുടെ ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റിൻ്റെ ലിങ്കും ഇടില്ല. അത് ശരിയല്ലേ? അല്ല, അങ്ങനെ ഞാൻ കണ്ടില്ല. അങ്ങനെ ലിങ്ക് ഇട്ടിട്ടുണ്ടെങ്കിലും അത് ശരിയല്ലായിരിക്കും. അവരുടെ ഭാഗം ശരിയാവാം, അത് സബ്സ്ക്രൈബ് ചെയ്തവരുടെ ഭാഗത്തും ശരിയാവാം. നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു നാണയത്തിന് 2 പുറങ്ങളല്ലേ. ഇപ്പോൾ ഇലക്ഷനാണ്, ഏപ്രിൽ 9 ഇലക്ഷനാണ്. ഇലക്ഷൻ നിൽക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കില്ല. വോട്ട് കൂടുതൽ കിട്ടുന്നവരെ ജയിക്കുകയുള്ളൂ. ശരിയല്ലേ? ഒരു ജയമുണ്ടാവും, തോൽവിയും ഉണ്ടാവും. ഇതേ സംഭവിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ ഒക്കെ കലാകാരന്മാരാണ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്ന് പടിപടിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയുടെ സ്വാധീനമൊക്കെ വെച്ചിട്ട് ഒന്നുമല്ലാത്ത ഒരാൾക്ക് എല്ലാമാകാൻ സോഷ്യൽ മീഡിയയെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിനൊരു ഉദാഹരണമല്ലേ രേണുസുതി? അല്ല, നമ്മളെന്തിനാ രേണുസുതിയെ പറ്റി പറയുന്നത്? കാരണം സോഷ്യൽ മീഡിയ വഴി പിന്നെ ഒരുപാട് ഉയരങ്ങളിലെത്തിയ ഒരുപാട് കലാകാരന്മാരുണ്ട്. ഞങ്ങളൊക്കെ സ്റ്റെപ്പ് കയറി വന്നവരാണ്. ഇന്നത്തെ പല കലാകാരന്മാർ ലിഫ്റ്റിലൂടെയാണ് വരുന്നത്. കാരണം പെട്ടെന്ന് ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റും. ലിഫ്റ്റ് കയറി നമുക്ക് പെട്ടെന്ന് പോകാമല്ലോ. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ട് നടന്നു പോയി പ്രോഗ്രാമിന് പോയിട്ടുണ്ട്, വീട്ടുകാരറിയാതെ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ ഇവിടം വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി വലിയ ആളൊന്നും ആയില്ല. ഈ വർഷത്തെ കലാഭവൻ മണിയുടെ പേരിലുള്ള ഒരു പുരസ്കാരം എനിക്കാണ് ലഭിച്ചത്. കലാഭവൻ മണി മരണപ്പെട്ട ആ ദിവസം എനിക്ക് തൃപ്പൂണിത്തുറയിൽ വെച്ച് കലാഭവൻ മണി ഫൗണ്ടേഷൻ എനിക്കൊരു പുരസ്കാരമൊക്കെ എനിക്ക് നൽകി.
അതൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റെപ്പ് കയറി വാങ്ങിയതാണ്, അല്ലാതെ ഞാൻ ലിഫ്റ്റിലൂടെ കയറി വന്നതല്ല. ഇവരുടെ ഇപ്പോഴത്തെ കണ്ടന്റ് വെച്ചോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ വെച്ചോ അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ മൗലിക അവകാശങ്ങളാണ്, ഓരോരുത്തർക്ക് അവർക്കായ ഒരു മൗലിക അവകാശങ്ങളുണ്ട്. പക്ഷേ അത് ഈ സോഷ്യൽ മീഡിയ ആണ് അത് തടയേണ്ടത്. താജിക്ക് അവരുടെ കുടുംബത്തെ ഭയങ്കര പേഴ്സണലി അറിയുന്നതാണ്. കിച്ചുണ്ട്, ഋതപ്പനുണ്ട്. അപ്പം ഇവരോടൊക്കെയുള്ള നമുക്കും ഒരു വാത്സല്യം ഉണ്ടാവും. അപ്പം ഈ ഒരു വാത്സല്യം വെച്ച് രേണുസുതി പോകുന്ന വഴി ശരിയാണെന്ന് തോന്നുന്നു. ശരിയാണെന്ന് തോന്നാത്തത് കൊണ്ടാണല്ലോ ആളുകൾ പ്രതികരിക്കുന്നത്. ശരിയെന്ന് തോന്നുന്നവർ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അവർ ചെയ്യുന്നത് ശരിയാണെന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കൂടുതലാണ്. ശരിയല്ലേ? ഇപ്പോൾ കിച്ചു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയ്ക്ക് അടി മൊത്തവും മോനെ വിഷമിക്കണ്ട എന്ന് പറയുന്ന ആയിരക്കണക്കിന് കമൻറ്റുകളുണ്ട്. ഞാൻ ആ വീഡിയോ കണ്ടു, മൊത്തവും ഞാൻ കണ്ടു. കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. അവർ അമ്മയും മകനുമാണ്. ഒരാൾ ജന്മം കൊടുക്കണമെന്നില്ല അമ്മയാകാൻ. ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ 24 വാരിയല്ലുകൾ ഒടിയുന്ന വേദനയോട് കൂടിയാണ് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. യഥാർത്ഥ ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. ഓക്കെ, ഈ കിച്ചുവിന് ഇനി 80% കാര്യങ്ങൾ പറയാനുണ്ട്. ആ കാര്യങ്ങൾ താജിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ആയിരിക്കും. ഒരു പക്ഷേ തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന കാര്യങ്ങളായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം കിച്ചുവും പറഞ്ഞിട്ടുണ്ട് ഇനി ഒരുപാട് പറയാനുണ്ടെന്ന്, താജിക്കയും പറഞ്ഞിട്ടുണ്ട് ഇനി അതിൽ കൂടുതൽ പറയാനുണ്ടെന്ന് ഉണ്ട്. പക്ഷെ ഇതൊക്കെ പൊതുസമൂഹത്തിൽ വന്നാൽ ബാധിക്കുന്നത് ആരെയായിരിക്കും? പലരെയും ബാധിക്കും. അത് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും? സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം എന്നെ പറ്റി ഒരാൾ പറയുമ്പോഴല്ലേ ഞാൻ പ്രതികരിക്കത്തുള്ളൂ. ഇപ്പം എനിക്കെതിരെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കെതിരെ അതിനെയൊക്കെ ഞാൻ നിയമപരമായി നേരിട്ടു. ഒന്ന് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഞാൻ വ്യാജ അംഗപരിമിത സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഞാൻ ജോലിക്ക് കയറിയെന്ന് രേഷ്മ പി തങ്കച്ചൻ രേണു സുതി വരെ പറഞ്ഞില്ലേ? പറഞ്ഞു. ഇതാരാണ് പറഞ്ഞു കൊടുത്തത് രേണുവിനോട്? രേണുവിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ താങ്കൾക്കും പണി കിട്ടി. എനിക്ക് എവിടെ പണി കിട്ടാനാ? അല്ല, ഒരു പരിധി വരെ അവർക്ക് അല്ല, അവരങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുഞ്ഞാണ് എനിക്ക് വലുത്. കാക്കയ്ക്ക് തൻ പൊൻകുഞ്ഞ് തന്നെയാണ്. എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചവരെ ഞാൻ നിയമപരമായി നേരിട്ടു. എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ച ആളെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. എൻ്റെ മകൻ പഠിച്ച സ്ഥാപനം വ്യാജമായി പ്രവർത്തിച്ച സ്ഥാപനം ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർ അടച്ചു പൂട്ടി. ഇതിൻ്റെ വിരോധത്തിൽ 4 ലൈംഗിക പരാതികൾ എനിക്കെതിരെ കൊടുത്തു. അതും ഒരു വ്യാജ മനുഷ്യാവകാശ കമ്മീഷൻ. അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ആ വോയിസ് റെക്കോർഡ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ആ ആൾ എന്ത് ചെയ്തു? ഈ രേണു സുധിയുമായി കോണ്ടാക്ട് ചെയ്തു. ആ ആൾ രേണുവിനോട് പറഞ്ഞു കൊടുത്തു ഞാൻ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലിക്ക് കയറിയതാണെന്ന്. അങ്ങനെ പരാതികൾ പോയി. ഒരുപാട് അന്വേഷണ ഉദ്യോഗസ്ഥർ എൻ്റെ ഓഫീസിൽ വന്ന് എൻ്റെ സേവന പുസ്തകം പരിശോധിച്ചു. ഇത് പരിശോധിച്ചപ്പോഴാണ് ഞാൻ PSC ടെസ്റ്റ് എഴുതിയാണ് ജോലിക്ക് കയറിയതെന്നും മുസ്ലിം റിസർവേഷനിൽ 498ാമത്തെ റാങ്ക് ലിസ്റ്റിൽ വന്ന് ഞാൻ ജോലി കയറിയെന്നൊക്കെ വന്നത്. അതിനുശേഷം താങ്കൾ തുറന്നു പറയുന്നുണ്ട് താങ്കളെ തകർക്കാൻ രേണുസുതി ഒരു സൈഡിൽ നിന്ന് എന്നെ തകർക്കാൻ വേണ്ടി രേണുസുതി എന്നെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു. വിജയിച്ചില്ല. വിജയം എനിക്കൊപ്പം തന്നെയാണ്. ഇപ്പോഴും വിജയം എനിക്കൊപ്പമാണ്. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പേടിച്ചാൽ പോരെ? എനിക്ക് ഭയമില്ല. വ്യാജമായി കൈക്കൂലി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ. അവർക്കെതിരെ എല്ലാം ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞു. ഇനി സമൻസ് ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ അവര്. കർമ്മ എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ ഇതിന് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒക്കെയാണ് ഇനി രേണുസുതി ഇനിയും അനുഭവിക്കാൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അനുഭവിക്കാൻ എന്നുള്ളതല്ല. നമ്മളെ ഈ ലോകത്തിൽ അനുഭവിച്ചേ തീരൂ. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിച്ചേ തീരൂ. ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയത്തുമില്ല. എനിക്കെന്ത് സംഭവിച്ചാലും ഞാൻ പോലീസിൽ പോലും അറിയിച്ചിട്ടുണ്ട്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ പോലും ഞാൻ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. എനിക്കെന്ത് സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ന ആളുകളാണ്
എന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട്. താങ്കളൊരു ദിവസം ഒന്ന് ഇത്തരത്തിലൊരു ആമയോട് ഉന്നയിക്കുമ്പോൾ താങ്കൾക്ക് എപ്പോഴെങ്കിലും മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു, എനിക്കെതിരെ ഇവർ വരും അല്ലെങ്കിൽ രേണുസുതി വരും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു? എനിക്ക് അങ്ങനെ ഭയമില്ലല്ലോ. അങ്ങനെ ഭയം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പിന്നെ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കത്തില്ല. പക്ഷെ അത് താങ്കളുടെ ജോലിയെയും കുടുംബത്തെയല്ലേ ബാധിക്കുക? ഒന്നും ബാധിക്കത്തില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ബാധിക്കും. എനിക്ക് അങ്ങനെ ഭയമേ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ 4 ലൈംഗിക പരാതികളല്ലേ പോയത്. എന്നിട്ട് എന്നെ എന്ത് പോലീസ് അറസ്റ്റ് ചെയ്യാഞ്ഞത്? ആ ലൈംഗിക പരാതിക്ക് പിന്നിൽ ഇവരൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഇവരൊക്കെ രേണുസുതിയുണ്ട്. ഇവരൊക്കെ ഉണ്ടെന്ന് ഉറപ്പല്ലേ? ഇവരെല്ലാം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ശത്രുക്കളെല്ലാം ഒന്നിച്ചില്ലേ? എൻ്റെ ശത്രുക്കളെല്ലാം ഒന്നിച്ച് എനിക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചു. അവിടൊക്കെ ഞാൻ വിജയിച്ചില്ലേ? എന്നെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞു. എന്നെ സസ്പെൻഡ് ചെയ്തില്ലല്ലോ. യഥാർത്ഥ മനുഷ്യാവകാശ കമ്മീഷൻ എന്നെ കേട്ടു, എൻ്റെ മൊഴിയെടുത്തു. ഭിന്നശേഷി കമ്മീഷണർ എൻ്റെ മൊഴിയെടുത്തു കഴിഞ്ഞു. ഞാൻ പോലീസ് FIR ഇട്ട് കഴിഞ്ഞു. കുറ്റപത്രം കോടതിയിൽ പോലീസ് സമർപ്പിച്ചു കഴിഞ്ഞു. ഞാൻ പിന്നെ എന്തിനു ഭയക്കണം? അതിനുശേഷം രേണുസുതി വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ല, ഞാൻ എല്ലാ നമ്പറെല്ലാം ബ്ലോക്കാക്കി. വിളിച്ചാലും എനിക്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അവരുമായി സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ എവിടെ വെച്ച് ഇങ്ങനെ കണ്ടാൽ ഞാൻ മിണ്ടും. താങ്കൾക്ക് മനസ്സിലായല്ലോ അവരാണ് താങ്കൾക്ക് എതിരെ പണിയാൻ കൂട്ടുനിന്നത്. അല്ല, ചോദിച്ചിരുന്നു. അതിപ്പോഴും ഫേസ്ബുക്കിന്റെ അടിയിൽ വരുന്ന ഓരോ കമന്റുകളും ഞാൻ രേണുസുതി എന്തോ ചെയ്തു, ഉപദ്രവിച്ചു, വിധവയെ ഉപദ്രവിച്ചതിൻ്റെ പണിയാണ് നിനക്ക് കിട്ടിയതെന്ന്. ഒരു ചാനലുകാർ വന്നപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ ഈ ഒരു മുറ്റത്തിരുന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മകനെ ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു. എൻ്റെ മകനെ ഉപദ്രവിച്ച കാര്യങ്ങൾ, എൻ്റെ മകൻ്റെ മൂക്കിലും വായിലൂടെയും ബ്ലഡ് വന്ന കാര്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് കരഞ്ഞുപോയി. ഞാൻ അഭിനയിച്ചതല്ല, അറിയാതെ കരഞ്ഞുപോയി. ഇത് സോഷ്യൽ മീഡിയയിൽ നിന്നും ആ കരഞ്ഞ ഭാഗം മാത്രം എടുത്ത് രേണുസുതിയോ ചെയ്തതിന് ഞാൻ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരിട്ടു. എനിക്കൊന്നും സംഭവിച്ചില്ല. ഞാൻ ഇപ്പോഴും ഈ നാട്ടിലുണ്ട്, ഈ സമൂഹത്തിൽ തന്നെ ജീവിക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയമില്ല. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു. കൂടുതലായിട്ട് ഞാനൊന്നും ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല. പക്ഷേ അന്ന് താങ്കൾ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു, ഒരുപാട് കാര്യം സധൈര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പം താങ്കളൊരു മൃദു സമീപനമാണ് എല്ലാത്തിനും കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം എന്താണ്? കാരണം എന്നെ ഒരുപാട് പേര് വിളിച്ച്, താജിക്ക അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എന്നെ വിളിച്ച് പിന്നെ ഇതിൻ്റെ കാര്യങ്ങളിൽ സംസാരിക്കാൻ പോകരുത്, ഇതിൻ്റെ പുറകെ പോകരുത്, എന്തിനാണ് ആവശ്യമില്ലാതെ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പോയത്. അല്ല, ഞാൻ ആവശ്യമില്ലാതെ എൻ്റെ സോഷ്യൽ മീഡിയ വഴിയോ ഞാൻ ഒരാളെ അപകീർത്തിപ്പെടുത്തി ഒരു കാര്യങ്ങൾ നടത്തില്ല. ഇപ്പം പൊതുവിലുള്ളൊരു സംസാരം എന്ന് പറയുന്നത് രേണുസുതിയെ സഹായിച്ചവർക്കൊക്കെ പണി കിട്ടിയെന്നാണ്. അതിനോട് താങ്കളെ യോജിക്കുന്നു? ഇപ്പം ബിഷപ്പാണെങ്കിലും ഫിറോസ് ആണെങ്കിലും ഈ മീഡിയയിൽ അത് ശരിയാണ്. താങ്കൾ പറയുന്നത് കൃത്യമായ കാര്യമാണ്. നമ്മൾ സഹായിച്ചവരെ ഒക്കെ നമ്മൾ തള്ളിപ്പറയും. ഇപ്പോൾ പിന്നെ കിച്ചു അമ്മയെ തള്ളി പറഞ്ഞില്ലേ? പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞു. ഒരു നേരത്തെ ആഹാരമെങ്കിലും ഈ അമ്മ കൊടുത്തു കാണുമല്ലോ. അപ്പം അതിന് നന്ദി കിച്ചു കാണിച്ചോ? ഇല്ല. കിച്ചു പറഞ്ഞു, കിച്ചു അത് വെളിപ്പെടുത്തി. ഇനി കിച്ചുവിനെ പറ്റി ഇനി കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അടുത്ത കാര്യം കിച്ചു വെളിപ്പെടുത്തും. ഇങ്ങനെ യുദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം കിച്ചു തന്നെ വീഡിയോയിൽ തുറന്ന് സമ്മതിക്കുന്നുണ്ടോ കിച്ചു ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, മറ്റ് മോശം കൂട്ടുകളിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ കിച്ചുവിന് ഉണ്ടായ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ, ചെറുപ്പത്തിൽ കിട്ടാത്ത ഒരു കെയറിങ്, ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ കിച്ചുവിനെ അങ്ങനെ ഒരു മോശമായ രീതിയിലേക്ക് നയിച്ചത്? അല്ല, അതിപ്പോൾ ഞാൻ 3 കുഞ്ഞുങ്ങളുടെ പിതാവാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിലും എന്നോട് പറയും. അപ്പം നമ്മൾ ശരിക്കും ഒരു ഇതുണ്ട്, അച്ഛൻ കാട്ടുമീ കപടമാ ഗൗരവം സ്നേഹമാണെന്ന് നാം നേരിൽ പഠിക്കണം. അച്ഛൻ കാട്ടുമീ കപടമാ ഗൗരവം സ്നേഹമാണെന്ന് നാം നേരിൽ പഠിക്കണം. അമ്മ എന്നുള്ള 2 അക്ഷരം നാവിൽ നന്മയാണെന്ന് നാം ചൊല്ലി പഠിക്കണം. അച്ഛനും അമ്മയും മക്കളാവുമ്പോഴോ അല്ലെങ്കിൽ വളർത്തുമക്കളാവുമ്പോഴോ അവരെ ചിലപ്പോൾ അവരോട് ദേഷ്യപ്പെട്ടെന്നിരിക്കും, അവർ കാണിക്കുന്ന തെറ്റായ കാര്യങ്ങൾ കുറ്റപ്പെടുത്തിയെന്നിരിക്കും. ഇതൊക്കെ മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. മാതാപിതാക്കൾ ഒരു കുഞ്ഞിനെ വഴക്ക് പറയുമ്പോൾ അതിനെ ട്രോമ എന്നൊന്നും നമ്മൾ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് വഴക്ക് പറഞ്ഞതല്ല, അവരെ അവഗണിച്ചു, ഒറ്റപ്പെടുത്തി. അത് ഒറ്റപ്പെടുത്തി എന്നുള്ള തോന്നലുണ്ടാവും. അത് എല്ലാ മക്കൾക്കും ഉണ്ടാവും. ഇപ്പം എൻ്റെ ഇളയ മകൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ വഴക്ക് പറയും, എൻ്റെ ഭാര്യ വഴക്ക് പറയും.
ഞാൻ ചിലപ്പോൾ ഭാര്യ വഴക്ക് പറയുമ്പോൾ ഞാൻ എൻ്റെ മകൾക്ക് സമാധാനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യ വഴക്ക് പറയും. അപ്പോൾ എൻ്റെ മകൾ പറഞ്ഞാൽ ട്രോമയിലാണെന്ന് പറയാൻ പറ്റുമോ? അധ്യാപകർ കുഞ്ഞുങ്ങളെ വഴക്ക് പറയത്തില്ലേ? ഞാനൊക്കെ എത്രയോ അടികൾ കൊണ്ടിട്ടുണ്ട് എൻ്റെ അധ്യാപകരിൽ നിന്നും. ചൂരൽ വടികളുണ്ട് എനിക്ക് എത്രയോ അടികൾ കിട്ടിയിട്ടുണ്ട്. എന്നാൽ അധ്യാപകർക്ക് കുഞ്ഞുങ്ങളെ അടിക്കാൻ പറ്റുമോ? കേസാവത്തില്ലേ? പക്ഷെ ഇപ്പൊ കിച്ചു പറയുന്നത് ആ ലഹരി എല്ലാം ഉപേക്ഷിച്ച് നല്ല വഴിയിലേക്കാണ് പോകുന്നത്. ഉപേക്ഷിച്ചാൽ കിച്ചുവിന് നല്ലത്. എനിക്കതേ പറയാനുള്ളൂ. ഈ ലഹരിയാണ് ഇതിനെല്ലാം കാരണം. നമുക്കുടെ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാവണം നമ്മുടെ ലഹരി. ശരിയല്ലേ? ലഹരിയുടെ അമിത ഉപയോഗം ആപത്താണ്. പ്രിയപ്പെട്ട കിച്ചുവിനോട്, എൻ്റെ പൊന്നുമോനോട് ഞാൻ വീണ്ടും ഒരു കാര്യം പറയുന്നു. മോനെ പഠിക്കുക. നിനക്ക് മോന് ജീവിക്കാനൊരു തൊഴിൽ തീർച്ചയായിട്ടും കിട്ടും. അതിനുള്ള കാര്യങ്ങളൊക്കെ ചാനലുകാർ ചെയ്തു തരുന്നുണ്ട്. യൂട്യൂബിലൂടെ മോന് വരുമാനം കിട്ടുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അമ്മയുമായി സംസാരിച്ച് പറഞ്ഞ് തീർക്കുക. ഇനി അത് വിവാദങ്ങളിലേക്ക് പോകരുതെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ഒരു ആഗ്രഹം ഈ വിഷയം ഇനി ജനങ്ങളെ നിർത്തണം. അതെ, അതാണ് എൻ്റെ ആഗ്രഹം. ഇത് അവസാനിപ്പിക്കണം. പുതിയൊരു സബ്ജക്റ്റിലേക്ക് നമുക്ക് പോകാം. ഇതാണ് എൻ്റെ ആഗ്രഹം. കിച്ചുവിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ 3 പ്രാവശ്യം കിച്ചുവിനെ വിളിച്ചു. കിച്ചു ഫോൺ എടുത്തില്ല. എൻ്റെ സ്റ്റാറ്റസൊക്കെ കിച്ചു കാണുന്നുണ്ട്. കിച്ചു എൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ കിച്ചുവിനെ വിളിച്ചു. ഇനി എന്താണ് എടുക്കാഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ സത്യം പറഞ്ഞാൽ വഴക്ക് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വിളിച്ചത്. മോനെ അമ്മയാണ്, മോൻ അങ്ങനൊന്നും പറയരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. നിങ്ങൾ സംസാരിച്ച് തീർക്ക്. മോനും മോൻ്റെ അനിയനുമാണ് വീട് തന്നിരിക്കുന്നത്. തൽക്കാലം ഇളയ കുഞ്ഞ് മൈനറാണ്. അത് 18 വയസ്സ് വരെ അതിനെ സംരക്ഷിക്കേണ്ട, ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാം ബാധ്യതയാണ്. അതിനുശേഷം നിങ്ങൾക്ക് 2 പേർക്കുമാണ് ആ വീട് ആരും തിരിച്ചെടുക്കില്ല. ബിഷപ്പൊന്നും ആ വസ്തു തിരിച്ചു വാങ്ങില്ല. അദ്ദേഹം നല്ല മനുഷ്യനാണ്. ഫിറോസ് ആ വീട് പൊളിച്ച് കളയില്ല. അത് ഉറപ്പാണ്. അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഇവരാരും അങ്ങനെ ചെയ്യുന്നവരല്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ 2 പേരും പരസ്പരം ഇരുന്ന് സംസാരിച്ച് ആ വിഷയം ഒത്തുതീർപ്പാക്കി സോഷ്യൽ മീഡിയ ഇത് ആഘോഷിക്കാതെ ഇരിക്കാനുള്ള ഒരു അവസരം ഈ ചാനലുകാരെ, ഞാൻ ഈ പറയുന്ന ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്ത് ഈ ഒരു പ്രശ്നത്തിനൊരു അവസാനം കണ്ടെത്തണമെന്നാണ് എൻ്റെ. കിച്ചു പറയുന്ന ലൈഫ് സ്റ്റോറിയിലെ കഥാപാത്രങ്ങളൊക്കെ ശരി തന്നെയാണ്. അത് സിനിമയിൽ എഴുതി കാണിക്കുന്ന പോലെ എൻ്റെ ഈ കഥയിലെ കഥാപാത്രങ്ങളൊന്നും സാങ്കല്പികമല്ല. അത് കറക്റ്റ് കാര്യം തന്നെയാണ്. കിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ്. പണ്ട് പറഞ്ഞതുമാണ്, ഞാൻ പറഞ്ഞതുമാണ്. കറക്റ്റ് കാര്യങ്ങളാണ്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഞാൻ കിച്ചുവിനെ കാണാൻ, കിച്ചുവിൻ്റെ ഭവനത്തിൽ ഞാൻ പോകും. എനിക്ക് സുധിയുടെ അമ്മയെ കാണണം, സംസാരിക്കണം. ഞാൻ കിച്ചുവിനെ കണ്ടാൽ പറയും. ഞാൻ അവനെ കണ്ടാൽ കെട്ടിപ്പിടിച്ച് ഞാൻ അവനോട് പറയും, മോനെ പാവം പയ്യനാണ്. എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ, സുധി മരിച്ച് 3 ദിവസം കഴിഞ്ഞ് ആ വീട്ടിൽ ഞാൻ പോകുമ്പോഴൊക്കെ ഈ മോൻ അവിടെ ഉണ്ട്. അവൻ എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഞാൻ ആ വീട്ടിൽ കണ്ടിടത്തോളം ഈ സുധി മരിച്ചതിൽ ഏറ്റവും കൂടുതൽ ദുഃഖമുള്ളത് ആ കൊല്ലം സുധിയുടെ അമ്മയ്ക്കും ആ സഹോദരനും ഈ കിച്ചുവിനും ഒക്കെയാണ്. അതെനിക്ക് മനസ്സിലായി. പക്ഷെ അതപ്പോൾ രേണുസുധിയിൽ കാണാൻ കഴിഞ്ഞില്ല. അല്ല, എനിക്ക് രേണുസുധിയിൽ കാണാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ മരിച്ച സമയത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ മരിച്ചതിൻ്റെ വീഡിയോ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ടല്ലോ, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കപ്പെടേണ്ടവരാണ്. നമ്മളെല്ലാവരും ജനിച്ചോ നമ്മളൊരു ദിവസം മരിക്കും. മരിച്ചു കഴിഞ്ഞ് മരിച്ച ആളൊന്നും അറിയുന്നില്ല. ജീവിച്ചിരിക്കുമ്പോഴേ ഒരാൾ വയ്യാതെ കിടന്നാൽ ആ വയ്യാതെ കിടക്കുന്ന ആളിനെ ആ സമയത്ത് പോയി കാണണം. മരിച്ചു കഴിഞ്ഞ് കാണാൻ വരുന്നവരെല്ലാം ജീവിച്ചിരിക്കുന്നവരെ കാണാൻ വരുന്നവരാണ്. അത് ഞാൻ മരിച്ചാൽ എന്നെ കാണാൻ വരുന്നവരെല്ലാം, ഞാൻ മരിച്ചു കിടക്കുക, എനിക്ക് കാണാൻ പറ്റത്തില്ലല്ലോ, തിരിച്ച് ജീവിച്ചിരിക്കുന്നവരെ കാണാൻ വരുന്നവരാണ് കംപ്ലീറ്റ് പേരും. ഓവറോൾ നോക്കുമ്പോൾ സുധിയുടെ മരണം കൊണ്ട് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയതും ഫേമസ് ആയതും സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്നതും ഒരേ ഒരാളാണ്, രേണുസുധി. അങ്ങനെ തോന്നുന്നുണ്ടോ? അതായിക്കോട്ടെന്നേ. ഇപ്പം പ്രിയപ്പെട്ട കലാഭവൻ മണി മരണപ്പെട്ടു. 10 വർഷമാകുന്നു മണിച്ചേട്ടൻ മരിച്ച്. മണിച്ചേട്ടൻ്റെ കുടുംബം ജീവിക്കുന്നില്ലേ? ജീവിക്കുന്നുണ്ട്. ഒരുപാട് വിധവകളുണ്ട്, അവരെല്ലാം ജീവിക്കുന്നില്ലേ? എല്ലാവരും ജീവിക്കും. അവർ ജീവിച്ചോട്ടെ. മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം.
മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാണ് അവരുടെ ജീവിതം. അവരാഘോഷിച്ചോട്ടെ, അല്ലേ? രേണുസുതിയെ നേരിട്ട് കണ്ടാൽ എന്താണ് പറയാനുള്ളത്? രേണുസുതിയെ കണ്ടാൽ ഒന്നും പറയാറില്ല, ഒന്നും പറയാനില്ല. രേണുസുതിയെ കണ്ടാൽ നമ്മൾ ആർട്ടിസ്റ്റ് ബേസ് ഒരു പക്ഷേ കാണാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ തമ്മിൽ നേരിൽ കാണാൻ സാധ്യതയുണ്ട്. നേരിൽ കാണുമ്പോൾ എന്താ, ഒരുപക്ഷെ എൻ്റെ മനസ്സ് ഇപ്പോഴും പറയുന്നത് രേണുസുതി എന്നെ നേരിൽ കണ്ടാൽ താജിക്ക ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് എന്നോട് പറയത്തുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാനിപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. മറ്റുള്ളവർ പറയുന്നത് കേട്ട് രേണു എന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ താജുദ്ദീൻ ആരാ, എൻ്റെ തന്തയാണോ എന്ന് ചോദിച്ചു, അതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ശരിയല്ലേ? രേണുസുതിയുടെ തന്തയാകാനുള്ള പ്രായം എനിക്കില്ല. ഉണ്ടോ? ഇല്ല. ഞാൻ 3 കുഞ്ഞുങ്ങളുടെ തന്തയാണ്, പിതാവാണ്. അതൊക്കെ ഞാൻ മറുപടി കൊടുത്തു കഴിഞ്ഞ വിഷയങ്ങളാണ്. കണ്ടാൽ സംസാരിക്കും, എനിക്ക് ആരുമായിട്ട് പിണക്കമില്ല. കണ്ടാൽ ഒരു പുഞ്ചിരി, ഒരു സംസാരം, ദാറ്റ്സ് ഓൾ. ഞാൻ പ്രിയപ്പെട്ടവരോടായി എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, വിവാദങ്ങൾ ഇവിടെ അവസാനിക്കാനാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ പുതിയതായി ഒരു കാര്യങ്ങളും ഒരു വിവാദങ്ങളിലും ആരെയും മോശപ്പെടുത്തി ഞാൻ പറഞ്ഞിട്ടില്ല, പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ എന്നെപ്പറ്റി എൻ്റെ കാര്യങ്ങൾ, എൻ്റെ പേര്, എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഇനി ആര് വന്നെന്ന് പറഞ്ഞാലും അതിന് മറുപടി പറയാൻ ഞാനുണ്ടാവും. ഞാൻ ആത്മഹത്യ ചെയ്യില്ല. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ പ്രതികരിക്കും. അല്ലാതെ എനിക്ക് മറ്റുള്ള ഒരാളോട് പോലും ഒരു വിരോധവും ഇല്ല. എന്നോടത്ത് ഇങ്ങോട്ട് വന്നാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് പോവുകയുള്ളൂ. ഒരാളടുത്ത് പോലും ഞാൻ അങ്ങോട്ട് കയറി ഒരു പ്രശ്നത്തിന് പോകുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാവരും, എന്നെ മോശം കമൻ്റ് അടിച്ച പലരും, എനിക്കെതിരെ മോശം കമൻ്റ് അടിച്ച പലരും ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് പറഞ്ഞ് അവരെന്നെ വിളിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം താജ് പത്തനംതിട്ട.